കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, മധു അമ്പലപുരം എന്നിവർക്ക് EDയുടെ നോട്ടീസ്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. വിനീത VG കൊച്ചിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ. ഉന്മേഷ്, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ CPM കൗൺസിലർമാരെ ചോദ്യം ചെയ്യാനായി വിളിച്ചിരിക്കുന്നത്. ഇതിൽ മധു അമ്പലപുരത്തെ നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. മധു അമ്പലപുരത്തെ കൂടാതെ കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാടയെയും ED ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരുവരോടും നാളെ കൊച്ചിയിലെ ED ഓഫീസിൽ എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി AC മൊയ്തീൻ, ഒപ്പം തന്നെ MK കണ്ണൻ ഉൾപ്പെടെയുള്ളവരെ ED ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും കൂടുതൽ ആളുകളെ, കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പ്രതി പട്ടികയിൽ 50 പേരും ഒപ്പം തന്നെ 5 സ്ഥാപനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസിന്റെ ആദ്യഘട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാം ഘട്ട അന്വേഷണം ഉണ്ടാകുമെന്ന് കോടതി അറിയിക്കുകയും ഇപ്പോഴത്തെ രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് ED എത്തിയിരിക്കുന്നു എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ മധു അമ്പലപുരത്തെയും അതോടൊപ്പം തന്നെ അനൂപ് ഡേവിസ് കാടയും നാളെ ഹാജരാകണമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ കേസിൽ പ്രതിയായ സതീഷ് കുമാർ കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ ഇരുവരും പങ്കുപറ്റിയിട്ടുണ്ട് എന്നാണ് EDയുടെ ആരോപണം. ശരി വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.